തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും പൊതിച്ചോർ വിതരണത്തിനായി സമയം മാറ്റിവെക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സ്ഥാനാർത്ഥികൾ. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ തെക്കുംഭാഗം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതിച്ചോർ വിതരണം ചെയ്തത്. പൊതിച്ചോർ വിതരണത്തിൽ നേതൃത്വവുമായി മാറിയ സ്ഥാനാർത്ഥികൾ നാടിന്റെ പ്രതീക്ഷയാവുകയാണ്. പ്രചാരണ ചൂടിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സ്ഥാനാർത്ഥികൾ പൊതിച്ചോർ വിതരണത്തിന്റെ തിരക്കിലാണ്. മുന്നിലെ വരികളിലെ വയറിന്റെ വിളിയറിഞ്ഞ് മിഴി ഒപ്പുകയാണിവർ. തൊടുപുഴ ബ്ലോക്കിലെ 5ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ PS ഷിയാസ്, എടവെട്ടി പഞ്ചായത്തിലെ മലങ്കര വാർഡിലെ സ്ഥാനാർത്ഥി രാജേഷ് ഗോപാലൻ, കുമാരമംഗലം 7ാം വാർഡിലെ സ്ഥാനാർത്ഥി അൽതാഫ് KM എന്നിവർ പ്രചാരണ തിരക്കുകൾ മാറ്റിവെച്ചാണ് പൊതിച്ചോർ വിതരണത്തിനായി എത്തിയത്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാരിക്കോട് നമ്മൾ തുടങ്ങിയതാണ്. ഞങ്ങൾ 3 പേര് സ്ഥാനാർത്ഥിമാരാണ്. ഇപ്പോഴും മുടക്കാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കും. അത് ഇലക്ഷൻ ദിവസവും കൊടുക്കും, ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസവും കൊടുക്കും. മറ്റെല്ലാത്തിനുമപ്പുറം പ്രാധാന്യമുള്ളതാണ് ഈ ദിനമെന്ന് ഈ യുവനിര പറയുന്നു. 4 വർഷക്കാലമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വം തെക്കുംഭാഗം മേഖലാ കമ്മിറ്റിയുടെയാണ് നിലവിൽ ഇന്നത്തെ പൊതിച്ചോറ്. മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഷിയാസ്. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഞങ്ങൾക്കിത് വളരെ സന്തോഷം കൂടി ഉള്ള കാര്യമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹൃദയപൂർവ്വം പദ്ധതി തുടർന്നു കൊണ്ടുപോകുമെന്നും ഇവർ ഉറപ്പു തരുന്നു. ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതിയുമായിട്ട് ഈ ജില്ലയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ഇലക്ഷന് കണ്ടിട്ടല്ല ഈ പൊതിച്ചോറുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇലക്ഷന് തോറ്റാലും ജയിച്ചാലും ഈ ഹൃദയപൂർവ്വം പദ്ധതി ഞങ്ങൾ തുടർന്ന് തന്നെ കൊണ്ടുപോകും. ചേർത്ത് നിർത്തലിന്റെ മാതൃകയായി മാറിയ ഈ സ്ഥാനാർത്ഥികൾ നാടിന്റെ പ്രതീക്ഷ കൂടിയാണ്. ഡിവൈഎഫ്ഐക്ക് മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പൊതിച്ചോറ് വിതരണം. അതിനാലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും സ്ഥാനാർത്ഥികൾ ഇതിനായി സമയം കണ്ടെത്തുന്നത്. ക്യാമറമാൻ ദിലീപ് കുമാറിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.